ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അദ്വൈത് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് എടുക്കുകയാണ്. നമ്മളെ ടോപ്പിക് ഈസ് ഓക്കെ ഗൈസ്, ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നെവർ ട്രസ്റ്റ് എനിവൺ ഇൻ യുവർ ലൈഫ്. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എന്താ പറയുക താരതമ്യം ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏതൊരു വീഡിയോയും ഞാൻ പരസ്പരം കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റിയ കാര്യങ്ങളായിരിക്കും ഞാൻ സംസാരിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളെ ലൈഫിൽ കൂടെ ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചാൽ നെവർ ട്രസ്റ്റ് എനിവൺ മീൻസ് കൂടുതലായിട്ട് ഒരുപാട് ആൾക്കാർ ആരെയും കണ്ണടച്ച് വിശ്വസിക്കണം. നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നിങ്ങളെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങളെ തന്നെ കൂടുതലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ വിശ്വസിക്കുക, പണിയെടുക്കുക. നിങ്ങൾ പോകുന്ന ഡയറക്ഷൻസ് വ്യത്യാസമുണ്ടെന്ന് ഞാൻ മുൻപുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡയറക്ഷൻസ് എന്താണോ അതിൽ തന്നെ ഫോക്കസ്ഡ് ആവുക, അതിൽ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ണടച്ച് ആരെയും വിശ്വസിക്കാണ്ടിരിക്കുക. കാരണം ഒരുപാട് മനുഷ്യന്മാർ നമ്മളെ ചുറ്റിലുണ്ട്. ഒരുപാട് എന്താ പറയുക, പല സ്വഭാവ രീതികളായിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാർ നമ്മളെ കൺമുന്നിലുണ്ട്. കാണുന്ന എല്ലാവരും നല്ലതായിക്കൊള്ളുന്നില്ല, സംസാരിക്കുന്ന എല്ലാവരും നല്ലതായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിലൂടെ പോകേണ്ടി വരുന്നേക്കാം നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഫിലിം ഫീൽഡാണ്. ഇതിൽ എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഞാൻ ആക്ടിങ്ങാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഒരു ഫിലിം പ്രീ പ്രൊഡക്ഷൻ മുതൽ ഫൈനൽ ഒരു തിയേറ്ററിൽ വരുന്നത് വരെയുള്ളൊരു ഭാഗങ്ങൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതിനനുസരിച്ച് ഞാൻ ഓരോ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരും. അപ്പം ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടാണ്, ഞാൻ ഒന്നും ആയിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോഴും സീറോയിൽ തന്നെയാണുള്ളത്. ആ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയാനുള്ള കാര്യം തന്നെയാണ് നെവർ ട്രസ്റ്റ് എനിവൺ. ഒരിക്കലും നിങ്ങൾ കണ്ണടച്ച് ആരെയും വിശ്വസിക്കാതിരിക്കുക. നിങ്ങളെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമായിരിക്കും ചിലപ്പം, ഒരുപാട് കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ലൈഫാണ്, പീപ്പിൾസ് കം ആൻഡ് ഗോ. നിങ്ങൾ എന്ത് ചെയ്യുക, ലൈഫ് നിങ്ങളെ യുവർ സെൽഫിനെ ഒരിക്കലും വിടാണ്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിലൊരു ആളുണ്ട്, ആ ആളൊരിക്കലും വിടാതെ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് പീസ്. സമാധാനമാണ് എല്ലാവർക്കും. അറ്റ് ലാസ്റ്റ് എല്ലാവർക്കും വലുത് സമാധാനം തന്നെയാണ്. നമ്മൾ ഏതൊരു ഫീൽഡിൽ ഇറങ്ങിക്കോട്ടെ, ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കമുണ്ടോ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് ഉണ്ടോ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളെ മനസ്സമാധാനം ഒക്കെയാണോ, നിങ്ങൾക്ക് ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ, ആ ഒരു പ്രവൃത്തിയിലൂടെ നിങ്ങളെ തന്നെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടോ എന്ന് മെയിനായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നിങ്ങൾ ആ ഒരു സാധനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്കൊരു ഗ്രോത്ത് കിട്ടുന്നുണ്ടോ. മീൻസ് പൈസ ആവശ്യം തന്നെയാണ് ലൈഫിൽ. 99% പൈസ കൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറയട്ടെ, എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ മെൻ്റൽ പീസ് തന്നെയാണ് ഏറ്റവും വലുതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ എത്ര ടോപ്പിലെത്തിയാലും എത്ര സംഭവമായാലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്തൊക്കെ ഉണ്ട് പറഞ്ഞാലും സമാധാനം ഇല്ലെങ്കിൽ വലിയൊരു അവസ്ഥ തന്നെയാണ്. സമാധാനമാണ് എല്ലാവർക്കും മെയിനായിട്ടുള്ള വേണ്ട ഒരു കാര്യം തന്നെ. അപ്പോൾ ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പലപ്പോഴും എല്ലാ സമയത്തും എല്ലാവർക്കും സമാധാനം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം ചില സാക്രിഫൈസസ് ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. എന്നാലും മാക്സിമം നിങ്ങളെ മെൻ്റൽ പീസ് എപ്പോഴും സേഫായിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് കുറച്ചുകൂടി ബോധവൽക്കരിക്കാനുള്ളത്. അപ്പം ഞാനിങ്ങനെ ഓരോ വീഡിയോസായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് അതിനനുസരിച്ച് ക്യാമറയോടുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ മാറുകയാണ്. കോൺഫിഡൻസ് ഉണ്ട്, അപ്പോൾ ക്യാമറ നോക്കി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കുമ്പോഴൊക്കെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഒരുവിധം കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ലി പോലെ ആയിട്ട് വരുന്നുണ്ട് ക്യാമറ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ എനിക്ക് ഉള്ളൊരു ഇതാണ് ഞാൻ പറയുന്നത്, എനിക്ക് കിട്ടിയൊരു റിസൾട്ടാണ് ഞാൻ പറയുന്നത്. ഇത്രയും വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് യൂട്യൂബിൽ കുറച്ചും കൂടെ എന്നെ തന്നെ കുറച്ചുകൂടി തിരിച്ചറിയാൻ പറ്റി. എൻ്റെ മൈസെൽഫിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം
പിന്നെ ഞാൻ നല്ലപോലെ ഒരു ട്രാക്കിലൂടെ പോയതായിരുന്നു, പെട്ടെന്ന് വേറൊരു ട്രാക്കിലേക്ക് മാറിപ്പോയി. കുറച്ച് വേറെ ജോലി കാര്യങ്ങളൊക്കെ ചെന്ന് പെട്ടുപോയി. ഞാൻ പിന്നെ അതിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇപ്പോൾ തിരിച്ച് ഈ ട്രാക്കിലേക്ക് കയറിയതാണ്. ജസ്റ്റ് ഇനി ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട് ഫിലിം ഫീൽഡ് തന്നെയാണ്. അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവണം, എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു സൺഡേ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.